രാധേ രാധേ. രാധാറാണിയുടെ കുട്ടിക്കാലം. എന്നെയും നിങ്ങളെയും ഒക്കെ പോലെ രാധാറാണിക്കും കഥകൾ കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. രാധാറാണി അമ്മയായി കീർത്തിമാതാവിന്റെ മടിയിലിരുന്ന് ആ ബർസാനയിലെ കൊട്ടാരത്തിൽ ഇരുന്ന് പലതരത്തിലുള്ള കഥകൾ അമ്മ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരം ഗുണപാഠ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നന്മയുടെ കഥകൾ, നരകത്തിലെ കഥകൾ, തിന്മയുടെ കഥകൾ. ഇതൊക്കെ ഗുണപാഠത്തിനായി രാധാറാണിക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധയോടും നിഷ്കളങ്കതയോടുകൂടിയും രാധാറാണി അങ്ങനെ കേൾക്കുകയാണ്. സ്വർഗത്തിലെ കഥകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി രാധാറാണി കേട്ടു. അത് കഴിഞ്ഞ് നരകത്തിന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. നരകത്തിലെ കഥകളായപ്പോൾ ദുഷ്ടതകളുടെയും മനുഷ്യരനുഭവിക്കുന്ന അവിടുത്തെ ദുരന്തങ്ങളെക്കുറിച്ചും നരക യാതന എന്നല്ലേ പറയുന്നത്, അവിടുത്തെ യാതനകളെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചും ആളുകളെയൊക്കെ തിളച്ച എണ്ണയിലിട്ട് വരട്ടിയെടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടിട്ട് രാധാറാണിക്ക് വല്ലാത്ത സങ്കടം വന്നു എന്ന് മാത്രമല്ല, പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി, നിർത്താതെ കരയാൻ തുടങ്ങി. അമ്മ എത്ര നോക്കിയിട്ടും രാധാറാണി കരച്ചിൽ നിർത്തുന്നില്ല. എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും രാധാറാണിയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. രാധാറാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. ഈ മനുഷ്യർക്കൊക്കെ എന്തുമാത്രം സങ്കടങ്ങളാണ് അവിടെ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്, എനിക്കിതൊന്നും താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു മനസ്സ് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞു എന്ന് മാത്രമല്ല, രാധാറാണി ഗുരുവിന്റെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവിടെ മനുഷ്യർ ഈ നരകത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നത്. എനിക്ക് ആളുകൾ ആരും കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നരകം നമുക്ക് അടച്ചിടാം എന്നൊക്കെ ഗുരുവിനോട് പറഞ്ഞു. ആ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സിന്റെ ആ നന്മ കണ്ടിട്ട് ഗുരുവിന് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷം മാത്രമല്ല, അഭിമാനം തോന്നി തൻ്റെ ശിഷ്യയെ ഓർത്തിട്ട്. എന്നിട്ട് പതുക്കെ രാധാറാണിയുടെ തലയിൽ ഇങ്ങനെ ഗുരു തലോടിയിട്ട് രാധാറാണിയോട് പറഞ്ഞു, ഭാവിയിൽ നിന്റെ ഈ നാമം, രാധ എന്നുള്ള നാമം ആരെങ്കിലും ചൊല്ലിയാൽ, ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണയെങ്കിലും രാധാനാമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അതാണ് രാധാനാമത്തിന്റെ പ്രത്യേകതയും ആ നാമത്തിന്റെ മഹത്വവും.